ഹലോ വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ് ഇത്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 350 ഗ്രാമോളം വരും. അപ്പോൾ അതൊന്ന് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് നമുക്കിതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞതിന് ശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ്, 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല വറുത്ത് പൊടിച്ചത്, പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി പൗഡർ, അതായത് മുളക് പൊടി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഗീ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർക്കാവുന്നതാണ്. പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കാതെ ഈ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നല്ലപോലെ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. എന്നാലേ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിലോട്ടൊരു മീഡിയം സൈസിലെ ഉള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 കഷ്ണം പട്ട, 1 ബേ ലീവ്സ്, 2 ഏലക്ക, ഒരു 10-12 കാഷ്യൂസ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ നമുക്ക് ഇതിലോട്ട് ഒരു 4 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലോട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കാശ്മീരി ആണെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണ് കസൂരി മേത്തിയും, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചുവന്നമുളക് ഒന്ന് ചൂടായി വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒത്തിരി പണിയൊന്നുമില്ല. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണ് ഓയിലും 1/2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ
ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചിക്കൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കൂടുതൽ കുക്ക് ചെയ്തെടുക്കരുത്, ഹാർഡായി പോവും. അതുകൊണ്ട് കറക്റ്റ് ഒരു 5 മിനിറ്റ് ഓരോ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനും ഓവർ കുക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പാനിൻ്റെ വശങ്ങളിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ടിക്ക ഒന്ന് പുകയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലോട്ട് ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് പുകയിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. ആ ഒരു ചിക്കൻ ടിക്ക മസാലയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ പൊടി വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ടിക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ നമുക്ക് കിട്ടും. ഭയങ്കര ഒരു ഫ്ലേവറാണ് കിട്ടുക. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അവസാനം വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി വന്നിട്ടുണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. നാൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ കുബൂസ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഫ്ലേവറും ഇഷ്ടപ്പെടും. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ കൂടിയും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.